ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് തണ്ണിമത്തൻ കൊണ്ട് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു മിഠായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ തണ്ണിമത്തനാണ്. ഞാനിപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലെ ഒരു കാമ്പൊക്കെ ഇതുപോലെ എടുത്തിട്ട് നമുക്കൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കണം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്നും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതില്ല. നമുക്കിത് ഇതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു തണ്ണിമത്തൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ അവിടെ ഇവിടെയും കട്ട പിടിക്കാതെ നല്ലോണം മിക്സാക്കി എടുക്കാം. ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒന്ന് ചൂടായി വരുന്ന ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഈ ഒരു ബട്ടർ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മിഠായിക്ക് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ. ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യൊക്കെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബട്ടറിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ ആ ഒരു ബട്ടറൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ കേട്ടോ. നമ്മളിവിടെ ഓൾറെഡി കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നല്ലോണം ഈ ഒരു പാല് ഈ ഒരു തണ്ണിമത്തൻ്റെ ആ ഒരു മിക്സ് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇതുപോലൊന്ന് കുറുകി വരും. കുറുകി വരുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ ഒരു കളർ തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണട്ടെ. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെഡ് കളറായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി അത് മാത്രം മതി കേട്ടോ. ഓവർ പുളിയൊന്നും വേണ്ട. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി മാത്രം മതി. അപ്പോൾ ആ ഒരു നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ബട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഒന്ന് തണുപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അധികം ടൈമിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ അത് നേരെ ഒരു പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു നല്ലൊരു ഭംഗിക്കും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാൽപ്പൊടിയിൽ ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ അതുപോലെ ചെയ്തെടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീട്ടിൽ തണ്ണിമത്തനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അടിപൊളിയായിരിക്കും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്